പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു വാർത്ത എന്ന് വെച്ചാൽ അപകടത്തിൽപ്പെട്ട ഫുക്കറ്റ് ഡൽഹി എയർ ഇന്ത്യ വിമാനത്തിന് ഗുരുതര സാങ്കേതിക തകരാറെന്ന് കണ്ടെത്തൽ കൂടി വരുന്നു. 4 സെക്കൻഡ് സമയം വിമാനത്തിന്റെ പ്രധാന നിയന്ത്രണ ഭാഗങ്ങൾ പ്രവർത്തനരഹിതമായി. എയർബസ് നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് കണ്ടെത്തൽ. സാങ്കേതിക പ്രശ്നങ്ങൾക്ക് പുറമെയാണ് വിമാനത്തിന്റെ ക്യാപ്റ്റൻ കഞ്ചാവ് ഉപയോഗിച്ചെന്നും കണ്ടെത്തൽ ഉണ്ടായിരുന്നത്. ശരത് ലാൽ വിവരങ്ങളുമായി ചേരുന്നു. ശരത്ത്, ഈ ക്യാപ്റ്റന്റെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലെ നിറഞ്ഞു നിന്നു. അതിനൊപ്പമാണ് സാങ്കേതിക തകരാറും. ഗുഡ് മോർണിംഗ് സേലക്ഷ്മി. അതുതന്നെയാണ് ഗുരുതരമായ സാങ്കേതിക തകരാറാണ് എയർ ഇന്ത്യയുടെ എയർബസ് വിമാനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ എയർബസ് അധികൃതർ നടത്തിയ അന്വേഷണത്തിലാണ്, പ്രാഥമിക അന്വേഷണത്തിലാണ് 3 ഹൈഡ്രോളിക് സംവിധാനങ്ങളും തകരാർ കണ്ടെത്തിയത്. അതുമാത്രമല്ല, ഈ വിമാനത്തിൽ നിരവധി സാങ്കേതിക തകരാറുകൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നും എയർബസ് അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസം കൊണ്ട് ഈ വിമാനം പറപ്പിച്ച എല്ലാ പൈലറ്റുമാരിൽ നിന്നും മൊഴിയെടുക്കാനാണ് ഇപ്പോൾ എയർബസ് തയ്യാറായിരിക്കുന്നത്. എന്താണ് വിമാനത്തിൻ്റെ പ്രശ്നം? വിമാനത്തിൻ്റെ ഡിസൈനിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെ ചിറകിലെ ഹൈഡ്രോളിക് സംവിധാനം എന്താണ് ഒരുമിച്ച് പ്രവർത്തനരഹിതമായത്? വൻ ദുരന്തമാണ് ഒഴിവായത് എന്ന് തന്നെയാണ് എയർബസ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് 300 അടി താഴേക്ക്, അത് ഒറീസയുടെ മുകളിലെത്തിയപ്പോഴാണ് വിമാനം 300 അടി താഴേക്ക് പതിച്ചത്. നേരത്തെ അത് ഒരു അപകടമായിട്ട് ആയിരുന്നില്ല പുറത്തേക്ക് വന്നത്. പൈലറ്റ് അമിതമായ കഞ്ചാവ് ഉപയോഗം കൊണ്ട് അതായത് ക്യാപ്റ്റനായ പൈലറ്റ് തന്നെ കുഴഞ്ഞു വീണു, അല്ലെങ്കിൽ നിലത്തിരുന്നു, കോക്പിറ്റിൽ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു നേരത്തെ പുറത്തു വന്നത്. അതൊരു ഭാഗത്ത് ആ അന്വേഷണം എയർ ഇന്ത്യയും DGCയും നടക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ വിമാനത്തിൽ ഗുരുതരമായ തകരാറുകൾ ഉണ്ടായിരുന്ന എന്ന് എയർബസ് തന്നെ കൺഫേം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എയർബസ് ഈ സീരിയൽ വിമാനങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മി. ഓക്കെ ശരത്ത്, ശരി. അപ്പം പൈലറ്റിന്റെ ലഹരി ഉപയോഗം, അതിനൊപ്പം തന്നെ വിമാനത്തിന്റെ സാങ്കേതിക പ്രശ്നം, അങ്ങനെ ഗുരുതരമായ പല കാര്യങ്ങളും പുറത്തു വരികയാണ്.